മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം. ഫരീസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. മനോഹരമായൊരു വചനമാണ്. ഫരീസയർ വന്ന് അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു. ആരെയാണ് പരീക്ഷിക്കുന്നത്? ഈശോയെ. ഇതാണ് പ്രത്യേകത. എന്തൊരു വിരോധാഭാസമാണിത്. ഫരീസയർ വന്ന് ഈശോയെ പരീക്ഷിക്കുകയാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ മാത്രം മനുഷ്യന് കെൽപ്പുണ്ടായി എന്ന് തോന്നുമാറ് ഫരീസയൻ വരികയാണ്. അവൻ ആ പരീക്ഷണത്തിന് വിധേയപ്പെടുന്നെങ്കിൽ എന്നെ മാനിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവത്തിന് വിലയിട്ടവൻ്റെ പേര്, സ്നേഹമുള്ളവരെ, അതെൻ്റെ പേരായി മാറരുത്. വില കുറച്ച് കാണരുത്. ദൈവത്തിന് മുമ്പിൽ വിളച്ചിലെടുക്കരുത്. ദൈവത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കരുത്. ദൈവത്തിന് മുമ്പിൽ ഒരുപക്ഷെ ദൈവത്തിന് വില പറയരുത്. അതൊക്കെ യൂദാസ് അനുഭവങ്ങളാണെന്ന് ഓർക്കണം. നിൻ്റെ ജീവിതത്തിൽ കൃപകളെ ചോർത്തിക്കളയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. പരീക്ഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ചെല്ലരുത്. കാരണം നിൻ്റെ പരീക്ഷണ വസ്തു അല്ല ദൈവം. തീയെ ചുരണ്ടാൻ ചെല്ലരുത്. തീക്കെതിരെ കളിക്കരുത്. നീ കരിഞ്ഞു പോകും. ഇത് പാഠമാണ്. ഓർക്കണം. ദൈവത്തെ ദൈവമായി കാണാൻ ഉള്ള പക്വതയും മനസ്സിൻ്റെ വലിപ്പവും നിനക്കുണ്ടാകട്ടെ. അതാണ് ദൈവത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ. 1-ാം സ്ഥാനം ദൈവത്തിന് ഹൃദയത്തിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്. ദൈവത്തെ മാനിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.